10 വർഷത്തിനിപ്പുറം പിണറായിയിലെ ജീപ്പ് സ്റ്റേഷന് മോചനം. ജീപ്പ് സ്റ്റേഷൻ ഏതാണെന്നറിയാലോ. ഇന്നലെ മാതൃഭൂമി ന്യൂസ് ഇക്കാര്യം നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നതാണ്. മുൻ മുഖ്യമന്ത്രി പിണറായിയുടെ പാണ്ഡ്യാലമുക്കിലെ വീടിന്റെ മുന്നിലെ ജീപ്പ് സ്റ്റേഷൻ മാറ്റാൻ തീരുമാനം. സംസ്ഥാന സെക്യൂരിറ്റി റിവ്യൂ കമ്മിറ്റി യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. പോലീസുകാരുടെ ജീപ്പിനുള്ളിലെ കാവലും ദുരിതവും വാർത്തയാക്കിയത് മാതൃഭൂമി ദിനപത്രമാണ്. ഇതിന്റെയും വിശദവിവരങ്ങൾ CK വിജയൻ തന്നെ നൽകും. CK വിജയൻ, മാതൃഭൂമി ദിനപത്രത്തിലാണ് ഈ ജീപ്പിലെ ദുരിത ജീവിതം ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചത്. ആ തുരുമ്പെടുത്ത നശിച്ച ജീപ്പിൽ മഴയത്ത് പോലും കയറിയിരുന്ന് സുരക്ഷാ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ 10 വർഷമാണ് ഇവരൊക്കെ നിൽക്കേണ്ടി വന്നത് എന്നാണ്. ഇനി അതിലൊരു തീരുമാനം വരും അല്ലേ? തീർച്ചയായും ഉണ്ടാകും. അധികം വൈകാതെ തന്നെ അതൊരു ഉത്തരവായി ഇറങ്ങുകയും അതോടൊപ്പം തന്നെ ജീപ്പ് അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. മിക്കവാറും അത് കെട്ടിവലിച്ച് കൊണ്ടുപോകേണ്ടി വരും. അല്ലാതെ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും എന്നിപ്പോൾ തോന്നുന്നില്ല. അല്ലെങ്കിൽ അവിടെ വെച്ച് അത് കുറേ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തേണ്ടി വരും. പക്ഷേ ഒരു കാര്യം, സന്തോഷകരമായ ഒരു കാര്യം, അവിടുത്തെ ആ ജീവിതം, പ്രത്യേകിച്ച് മഴ, അതികഠിനമായ വെയിൽ, മറ്റ് കാലാവസ്ഥാ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിട്ടും ആ ജീപ്പിനകത്തും അല്ലെങ്കിൽ ജീപ്പിൻ്റെ പരിസരത്തിട്ട ഒരു കസേരയിലും നിന്നുമായി ജോലി ഇനി ചെയ്യേണ്ടല്ലോ എന്നൊരാശ്വാസം അവിടെ നിയോഗിക്കപ്പെട്ട പോലീസുകാർക്ക് ഉണ്ടാകാം. കണ്ണൂർ AR ക്യാമ്പിൽ നിന്നും ആണ് 2 SIമാരും അതോടൊപ്പം തന്നെ 6 പോലീസുകാരും ഉൾപ്പെടെയുള്ള സംഘം അവിടെ ഈ സെക്യൂരിറ്റി പണി എടുക്കുന്നത്. സത്യത്തിൽ എന്തിനാണ് അവിടെ അങ്ങനെ ഒരു റെസിഡൻഷ്യൽ സെക്യൂരിറ്റി എന്നതുപോലും വളരെ പ്രസക്തമായ ചോദ്യമാണ്. മാത്രമല്ല, ഇനി അഥവാ അങ്ങനെ വേണ്ടി വന്നാൽ സ്വാഭാവികമായും മുൻ മുഖ്യമന്ത്രികളുടെയും മന്ത്രിമാരുടെയും മറ്റും വീട്ടിലുള്ള ഔട്ട് ഹൗസ് ഒക്കെ പോലുള്ള സ്ഥലങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതുമാണ്. പക്ഷേ ഇവിടെ അതല്ല ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഏതോ ജീവികളെ പോലെ ഒട്ടും പരിഗണനയില്ലാത്ത സർക്കാർ ജീവനക്കാരെ, പോലീസുകാരെ ഒരു പഴയ ജീപ്പ് കൊടുത്ത് ആ ജീപ്പിൻ്റെ അകത്തും പുറത്തുമായി നിങ്ങളിവിടെ കഴിഞ്ഞോളൂ എന്ന രീതിയിൽ 10 വർഷമായി തുടർന്നു. ഒരാൾക്ക് പോലും ശബ്ദിക്കാൻ ശേഷിയില്ലാതെ ഒരു സ്റ്റേഷൻ ആക്കിക്കൊണ്ട് നിങ്ങൾ അവിടെ തുടരൂ എന്ന് പറയുന്നതിന് പകരം ഈ മുൻ മുഖ്യമന്ത്രി ആ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് കാവലിനാണ് എങ്കിൽ ബന്ധപ്പെട്ട ആ ഏരിയയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് വിട്ടാൽ പോരെ? തീർച്ചയായും അതെ. അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് യഥാർത്ഥത്തിൽ പിണറായി പോലീസ് സ്റ്റേഷനുള്ളത്. അവിടെ നിന്നും ആ സമയമാകുമ്പോൾ ആളെ അയച്ചാൽ മതി. ഇനി അതല്ല എങ്കിൽ അവർക്ക് സൗകര്യപ്രദമായി ജോലി ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രാഥമിക കൃത്യങ്ങൾക്ക് എങ്കിലും പര്യാപ്തമാകുന്ന രീതിയിലുള്ള സൗകര്യങ്ങളെങ്കിലും അവർക്ക് ഒരുക്കേണ്ട ഉത്തരവാദിത്തം ഈ ഭരണകൂടത്തിനുണ്ട്, സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ചോദിക്കാനോ പറയാനോ ശേഷിയില്ലാത്ത വിധം ഭയന്ന് അല്ലെങ്കിൽ പേടിച്ച് അത് അനുഭവിക്കേണ്ടി വരുന്ന, അത് സഹിക്കേണ്ടി വരുന്ന ഒരവസ്ഥയായിരുന്നു ഈ 10 വർഷക്കാലവും ഈ പിണറായി പാണ്ഡ്യാലമുക്കിലുള്ള പിണറായി വിജയൻ്റെ വീട്ടിന് മുമ്പിലുള്ള ഇടവഴി പോലെ തോന്നുന്ന ആ റോഡിൽ. ശരി.